Hello. ഞാനിങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേ ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് എന്തിനാ എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് റൈഡൊക്കെ പൊയ്ക്കൂടെയെന്ന്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റൂട്ടുകൾ പലപ്പോഴും പ്ലാൻഡ് ആയിരിക്കത്തില്ല, ഒരു ഡെസ്റ്റിനേഷൻ മാത്രം സെറ്റ് ചെയ്തിട്ട് തോന്നിയ വഴികൂടെ കയറിയും പോവുക. ശരിക്കും പറഞ്ഞാൽ വേറെ പല കാരണങ്ങളെ സംഗ്രഹിച്ചൊരു രൂപമാണ് ഈ ഒരു കാരണം. ഞാൻ കുറച്ച് അധികം വർഷങ്ങളായിട്ട് ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇങ്ങനെ മേലാണെങ്കിൽ അധ്വാനിച്ചുള്ള ജോലിയൊന്നുമില്ല, എപ്പോഴും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇങ്ങനെ AC റൂമിൽ ഇരിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ക്രിയേറ്റീവ് ഫീൽഡായതുകൊണ്ട് ഭയങ്കര ഫ്രീഡം ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ നിയമങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. ആഴ്ചയിൽ 5 ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വർക്ക് ലൈഫ് ബാലൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ വീണ് കിട്ടുന്ന അസുലഭ അവസരമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ലോങ് ട്രിപ്പുകളെയും എൻ്റെ ഈ വീക്കെൻഡ് റൈഡുകളൊക്കെ കാണുന്നത്. സോ അവിടെ ഞാൻ പോയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിനോട് ജോയിൻ ചെയ്തിട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് എന്താ പറയുക, നമ്മളെ തന്നെ നടക്കി ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്ന് വെച്ച് ഗ്രൂപ്പ് റൈഡ്സ് മോശമാണെന്നും ഗ്രൂപ്പ് റൈഡ് പോകുന്നൊരു കുറ്റം പറഞ്ഞൊന്നും അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാനും എൻ്റെ ബൈക്കും പിന്നെ ഞാൻ പോകുന്ന വഴികളും അതിനെയാണ് ഞാനൊരു പ്യൂർ ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെയും പ്രൊഫഷണൽ ലൈഫിൻ്റെയും ഒക്കെ സ്ട്രെസ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നിട്ട് എന്നെ തന്നെ ഒന്ന് കെട്ടഴിച്ചു വിടുന്ന കുറച്ച് മൊമെന്റ്സ് ആണ് റൈഡുകളൊക്കെ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, പിന്നെ കാണാം.